ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു ഉപദേശമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഉപദേശം എന്ന് കേട്ട് വീഡിയോ കാണാതിരിക്കരുത്, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. ഓൾറെഡി ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഷേക്ക് മേറ്റ് എന്നൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷേക്ക് മേറ്റ് ലോഞ്ച് ചെയ്തിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ 1 വർഷം, അല്ലെങ്കിൽ 1.5 വർഷം. ഈ പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ വരെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ സ്കീംഡ് മിൽക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷേക്ക് മേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറൊരു സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ ഷേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്കീംഡ് മിൽക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്കീംഡ് മിൽക്ക് യൂസ് ചെയ്ത് നമുക്ക് ഷേക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഷേക്ക് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ പണ്ടത്തെ ഒരു അവസ്ഥയല്ല ഇപ്പോൾ നമുക്കുള്ളത്. പണ്ട് നമുക്ക് ഷേക്ക് മേറ്റ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സ്കീംഡ് മിൽക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കമ്പനി ഷേക്ക് മേറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഷേക്ക് മേറ്റ് ലഭ്യമാവുന്നതാണ്. ഷേക്ക് മേറ്റ് എന്നത് കമ്പനിയുടെ ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് മിൽക്കിന് പകരം കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷേക്ക് മേറ്റ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഷേക്ക് മേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ഷേക്ക് മേറ്റിൽ ആഡ് ആയിട്ടില്ല. നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ട് റിസൾട്ട് ലഭിക്കാനായിട്ട് ഷേക്ക് മേറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഷേക്ക് മേറ്റിനെ വെച്ച് സ്കീംഡ് മിൽക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല സ്കീംഡ് മിൽക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസൾട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഷേക്ക് മേറ്റിൽ ഷേക്ക് യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തരുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഏതൊരു പ്രോഗ്രാം ചെയ്താലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് റിസൾട്ട് ലഭിക്കുന്നതിന് ഷേക്ക് മേറ്റ് ആണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് സ്കീംഡ് മിൽക്കും ഷേക്ക് മേറ്റും തമ്മിലുള്ള ന്യൂട്രീഷൻ ഫാക്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏതാണ് നമുക്ക് ബെറ്റർ ആയിട്ട് റിസൾട്ട് തരുന്നത്, ഏതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്, ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് സ്കീംഡ് മിൽക്കിന്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സൈഡിൽ കൊടുത്തിരിക്കുക, നിങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏകദേശം 250 ml സ്കീംഡ് മിൽക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 100 ml സ്കീംഡ് മിൽക്കിൽ നമുക്ക് വരുന്നത് ഏകദേശം 3.30 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ്. അപ്പോൾ 250 ml വരുമ്പോൾ ഏകദേശം 8.25 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് നമുക്ക് രാവിലത്തെ ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 100 ml സ്കീംഡ് മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ അത് വരുന്ന ഫാറ്റിൻ്റെ അളവ് നോക്കുവാണെങ്കിൽ ഏകദേശം 3.10 ഗ്രാം ഫാറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 250 ml മിൽക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ടോട്ടലി 7.75 ഗ്രാം ഫാറ്റ് വരുന്നുണ്ട്. ഈ ഫാറ്റിൻ്റെ അകത്ത് സാച്ചുറേറ്റ് ഫാറ്റും ട്രാൻസ് ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. സാച്ചുറേറ്റ് ഫാറ്റും ട്രാൻസ് ഫാറ്റും നമ്മുടെ ശരീരത്തിന് അത്ര തന്നെ നല്ലൊരു സാധനമല്ല. ഇനി നമുക്ക് ഷേക്ക് മേറ്റിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ സൈഡിൽ കൊടുക്കുന്നത് നിങ്ങൾ അതും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യുക. ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഷേക്ക് മേറ്റ് നമുക്ക് 1 സ്കൂപ്പാണ് ആവശ്യമായിട്ട് വരുന്നത്. 1 സ്കൂപ്പ് ഷേക്ക് മേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ലഭിക്കുന്നത് 10.75 ഗ്രാം പ്രോട്ടീനാണ്. പ്രോട്ടീൻ കൂടുതലായിട്ട് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല രീതിക്ക് സഹായിക്കുന്നതാണ് ഷേക്ക് മേറ്റ് യൂസ് ചെയ്യുമ്പോൾ. അതുകൂടാതെ ഡെയിലി ബേസിൽ നമുക്ക് ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് കൃത്യമായിട്ട് ഷേക്ക് മേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷേക്ക് മേറ്റ് 1 സ്കൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫാറ്റിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ഗ്രാം ഫാറ്റ് മാത്രമാണ് ഷേക്ക് മേറ്റ് 1 സ്കൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വളരെ കുറച്ച് ഫാറ്റ് അക്യുമുലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ടിനെ നല്ല രീതിക്ക് എടുക്കാനായിട്ട് ഷേക്ക് മേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെയാണ് സ്കീംഡ് മിൽക്കും ഷേക്ക് മേറ്റും തമ്മിലുള്ളത്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഷേക്ക് മേറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്കീംഡ് മിൽക്ക് യൂസ് ചെയ്താലും ഷേക്ക് മേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏകദേശം ഒരേ അളവിലുള്ള ബഡ്ജറ്റ് തന്നെയാണ് 1 മാസത്തേക്ക് വരുന്നത്. അതിനാൽ തന്നെ ബെറ്റർ ആയിട്ട് റിസൾട്ട് എടുക്കാനായിട്ട് എപ്പോഴും ഷേക്ക് മേറ്റിൽ ഷേക്ക് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സ്കീംഡ് മിൽക്ക് വെച്ച് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ സ്കീംഡ് മിൽക്ക് ഒഴിവാക്കിയിട്ട് ഇനിയെങ്കിലും ഷേക്ക് മേറ്റ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പനി പുതുതായിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ള ഷേക്ക് മേറ്റ് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് എടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ ഉപദേശമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. ഹെർബാലൈഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, നമ്പറിന് താഴെ കൊടുത്താൽ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.